എല്ലാവർക്കും മല്ലൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളൊരു മുരിങ്ങയില തോരനാണ് വെക്കാൻ പോകുന്നത്. നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. പാത്രം ഒന്ന് ചൂടാകട്ടെ, എണ്ണ ഒഴിച്ചു കൊടുക്കുക. പാത്രം ചൂടായോ എന്ന് നോക്കാം. നമുക്ക് ചൂടായിക്കൊണ്ടിരിക്കുന്നു. എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് മതി. എണ്ണ ചൂടായതും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 3/4 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു 2 സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 3 ഉണങ്ങിയ മുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാനൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 2 പച്ചമുളകും വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരട്ടെ. ഉള്ളി ഒന്ന് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കാം. എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. സമയത്തൊന്ന് തീ കുറച്ചുകൊണ്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുക്കുവാണ്. ഏറ്റവും സിമ്മിലാണ് വെച്ചേക്കുന്നത്. നമുക്കൊരു മിക്സി ജാറിലോട്ട് ഒരു അരമുറി, ചെറിയ മീഡിയം സൈസ് അരമുറി തേങ്ങയാണ്. ഇതിപ്പോൾ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഒരു ചെറിയ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. ഒരു ചെറിയ വെളുത്തുള്ളി, ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. ഒന്ന് നമുക്ക് ഒതുക്കിക്കൊണ്ട് വരാം. ഇതിൻ്റെ കൂടെ ഒരു ഞുള്ളു മുളക് പൊടി ഇടണം. മുരിങ്ങയില എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. മുരിങ്ങയില വേകണം, ഇല്ലെങ്കിൽ നമുക്ക് വയറുവേദന വരും, ദഹിക്കാണ്ട് കിടക്കും. മുരിങ്ങയില ഇപ്പോഴും നന്നായിട്ട് വേവിക്കണം. ഈ സമയത്ത് നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുവാണ് നമ്മൾ. അത് ടേസ്റ്റ് നോക്കി നമ്മൾ ഉപ്പിട്ടാൽ മതി, ഉപ്പ് കൂടാൻ പാടില്ല. ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ഞുള്ളു മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച്, എരിവ് വേണ്ടെങ്കിൽ അങ്ങനെ വിടാം. പച്ചമുളക് ഇട്ടല്ലോ നമ്മൾ. നമുക്കൊന്നുകൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. എല്ലാം കൂടെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ മുട്ട ചേർക്കുന്നുണ്ട്. മുട്ട ചേർക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. മുരിങ്ങയില നല്ല ഗുണമുള്ള സാധനമല്ലേ. ഒരാഴ്ച 2 ദിവസമെങ്കിലും കഴിക്കുന്നത് നല്ലതാണ്. സൂപ്പ് വെച്ചോ തോരൻ വെച്ചോ ഒന്നുകൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വേഗം വെക്കാം. ഇപ്പം നമുക്കിത് നോക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പോ എല്ലാം മുരിങ്ങയിലയൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. മുരിങ്ങയില നല്ലോണം വേകണം. ഇനി ഇതിനകത്ത് നമ്മൾ മെയിനായിട്ടുള്ള സാധനം ചേർക്കാൻ പോവാണ്. നമ്മൾ സൈഡിലോട്ട് ഒതുക്കി വെക്കുവാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഇതിലോട്ട് മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കണം.
മുരിങ്ങയില കുറവാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ ആളിൻ്റെ അനുസരിച്ച് നമുക്ക് മുട്ട ചേർക്കാം. 5 മുട്ട വരേക്കും ചേർക്കാം. നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇതിൽ 3 മുട്ടയാണ് ചേർക്കുന്നത്. നമുക്കിതൊന്ന് ഇളക്കാം. നല്ല ഒന്ന് പൊടിമാസ് മാതിരി മുട്ടയാകണം. സിമ്പിളാണ് നമുക്ക് മുരിങ്ങയില തോരന്. പെട്ടെന്നൊരു മോരുകറി, ഒരു തോരനോ അല്ലെങ്കിൽ ഒരു ചമ്മന്തിയോ, തേങ്ങ ചമ്മന്തിയോ അങ്ങനെയൊക്കെ കൂട്ടി നമുക്ക് കറി വെക്കാനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മുരിങ്ങയില ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു തോരനും ആകും, ഒരു മോരുകറി. നല്ലോണം ഇത് ചിക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് പറയണം. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് ഇത് ചൂടോടെ തന്നെ കഴിക്കണം. കുട്ടികൾക്കൊക്കെ ഒത്തിരി നല്ലതാണ്. ബ്ലഡ് കുറവുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ മുട്ടയും മുരിങ്ങയിലയും കൂടെ ചേർത്ത് കൊടുത്താൽ ബ്ലഡിൻ്റെ കൗണ്ട് കൂടും. ഞാൻ ഉപ്പുണ്ടോയെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണേ. ഉണ്ട്, ടേസ്റ്റ് ചെയ്യുവാണ്. എല്ലാം കറക്റ്റായിട്ടുണ്ട്. എരിവും ഒക്കെ കറക്റ്റാണ്. നല്ല അടിപൊളിയാണ്. ഓക്കെ, സ്റ്റൗ ഓഫ് ചെയ്യുവാണ്. നമ്മുടെ മുരിങ്ങയില മുട്ടത്തോരൻ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.